ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കോട്ടയം സ്പെഷ്യാലിറ്റീസ്, കോട്ടയത്തിൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിൻ്റെ അക്ഷരനഗരി കോട്ടയം കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒന്നാണ് കോട്ടയം എന്നത്. ഇതിനെ അക്ഷരനഗരി എന്ന് വിളിക്കുവാൻ കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളായ മലയാള മനോരമ, ദീപിക തുടങ്ങിയ പത്രങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിങ് ആരംഭിച്ചത് കോട്ടയത്ത് നിന്നായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ പത്രങ്ങളും ഇവയാണ്, മലയാള മനോരമ, ദീപികയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അക്ഷരനഗരി എന്ന് വിളിക്കുവാനായിട്ടുള്ള കാരണം. ഒട്ടുമിക്ക പത്രങ്ങളുടെയും സ്റ്റാർട്ടിങ് ഇവിടെ നിന്നായിരുന്നു, ആരംഭം ഇവിടെ നിന്നായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ അക്ഷരനഗരി എന്ന് വിളിക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് വേമ്പനാട്ട് കായലും പിന്നെ കുട്ടനാട് നെൽവയലുകളുടെ സാന്നിധ്യവും എല്ലാം കൂടെ കൊണ്ടും അതിമനോഹരമായൊരു സിറ്റിയാണ് കോട്ടയം എന്നത്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 108 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 4,89,615 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം മീനച്ചിലാറിൻ്റെ തീരത്താണ് കോട്ടയം സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു ആകർഷണീയമാണ്. പിന്നെ സിറ്റിക്ക് തൊട്ടടുത്തുള്ള കുമരകം ടൂറിസ്റ്റുകളെയൊക്കെ വളരെയധികം ആകർഷിക്കുന്നു. അതോടൊപ്പം 1817 സ്ഥാപിച്ച CMS കോളേജ്, കേരളത്തിലെ ആദ്യത്തെ കോളേജ്, അതും മറ്റൊരു പ്രത്യേകതയാണ് കോട്ടയത്തിൻ്റെ. അതോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ്, അതോടൊപ്പം KK റോഡ്, MG റോഡ്, MC റോഡ്, അങ്ങനെ കോട്ടയത്തെ തിരക്ക് പിടിച്ച റോഡുകൾ. അതോടൊപ്പം മറ്റൊരു പ്രത്യേകതയാണ് MG സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയത്തേത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ളൊരു നഗരമാണ് കോട്ടയം എന്ന് പറയുന്നത്. 1921 ഈ കോട്ടയം പട്ടണം സ്ഥാപിച്ചത്. 1921 ചരിത്രം നോക്കുമ്പോൾ AD 9-ാം നൂറ്റാണ്ട് മുതൽ, അതായത് AD 800 മുതൽ AD 1100 വരെ, 1100 കാലഘട്ടം, അതായത് 800 മുതൽ 1100 കാലഘട്ടം വരെ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു കോട്ടയം. അപ്പോൾ ചരിത്രപരമായി നോക്കുമ്പോൾ 10-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ കോട്ടയം ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതും മറ്റൊരു പ്രത്യേകതയാണ് എന്ന് പറയാം കോട്ടയം എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.